Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss what are the differences between fund flow statement and balance sheet. What are the differences between fund flow statement and balance sheet? Let's start. What are the differences between fund flow statement and balance sheet? What do you mean by fund flow statement and what do you mean by balance sheet? Okay. What do you mean by fund flow statement? Fund flow statement is a statement which shows the movement of fund. Fund flow statement is a statement which shows the movement of funds, indicating the various means by which the funds were obtained during a particular period and also the ways in which these funds were employed or utilized. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ബിസിനസ്സിലേക്ക് ഫണ്ട് റേസ് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ രീതിയിലാണ് ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്തെന്ന് പറയുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. But what do you mean by balance sheet? Balance sheet is a position statement. Balance sheet is a positional statement which represents the true and fair value of assets and liabilities. It shows the true and fair value of assets and liabilities. Okay. About what is the difference between balance sheet and fund flow statement? Okay. Then first difference is this. It has two sides, assets and liability sides have balance sheet. Okay. In balance sheet have two sides, assets and liability sides. Balance sheet in two sides are asset side and liability side. But in fund flow statement, it also has two sides, sources of fund and application of fund. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് എന്താണുള്ളത്, ടു സൈഡ്സ് ആണുള്ളത്. ഫസ്റ്റ് സൈഡ് റെപ്രസെൻറ്റ് ദ സോഴ്സസ് ആൻഡ് ദ സെക്കൻഡ് സൈഡ് റെപ്രസെൻറ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. Okay, next difference is it is prepared at the end of an accounting year. Balance sheet is prepared at the end of an accounting year. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിലായിരിക്കും എന്ത് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. ബട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഒക്കേഷണലി പ്രിപ്പയർഡ്. അപ്പം നമുക്ക് എപ്പോഴൊക്കെയാണോ ആവശ്യം അപ്പോഴെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു ഒക്കേഷണലായിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, in balance sheet it shows the position of both the current and non-current assets and liabilities. അപ്പം ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഇറ്റ് ഷോസ് ദ പൊസിഷൻ ഓഫ് ബോത്ത് കറണ്ട് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പം കറണ്ട് അസറ്റ്സിൻ്റെ പൊസിഷൻ എന്താണ്, നോൺ കറണ്ട് അസറ്റിൻ്റെ പൊസിഷൻ എന്താണ്, കറണ്ട് ലയബിലിറ്റിയുടെ പൊസിഷൻ എന്താണ്, നോൺ കറണ്ട് ലയബിലിറ്റിയുടെ പൊസിഷൻ എന്താണ്, ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഷോസ് ദ ചേഞ്ചസ് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ എന്ത് മാത്രമാണ് കാണിക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഉണ്ടാകാനുള്ള കാരണം അല്ലെങ്കിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടായി അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എന്തെന്ന് പറയുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് balance sheet is prepared. The preparation of balance sheet is compulsory. The preparation of balance sheet is compulsory as per the Companies Act, Income Tax Act, etc. Companies Act prakaram, Income Tax Act prakaram ellam final accounts, that means the balance sheet preparation is compulsory. Then but in ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് പ്യുവർലി ഓപ്ഷണൽ. ഇറ്റ് ഈസ് പ്യുവർലി ഓപ്ഷണൽ. വേണമെങ്കിൽ മാത്രം, മാനേജ്മെൻറ്റിന് ആവശ്യമെങ്കിൽ മാത്രം എന്ത് പ്രിപ്പയർ ചെയ്താൽ മതി, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. എന്നാൽ ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനീസ് ആക്ട് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒക്കെ പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, മസ്റ്റാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ്, ഇൻ ബാലൻസ് ഷീറ്റ് the balance sheet is prepared, printed, audited and published. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്തിരിക്കണം, മസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം, ദെൻ പ്രിൻ്റ് ചെയ്തിരിക്കണം, ദെൻ ഓഡിറ്റഡ് ആയിരിക്കണം, ദെൻ പബ്ലിഷ് ചെയ്തിരിക്കണം. അപ്പം നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ പ്രിൻ്റ് എടുക്കണം, ദെൻ അതിനെ ഓഡിറ്റ് ചെയ്യണം, ദെൻ അതിനെ പബ്ലിഷ് ചെയ്യുകയും വേണം.
ബട്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. അതിൻ്റെ പ്രിപ്പറേഷൻ തന്നെ കമ്പൽസറി അല്ല. ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ പോലും കമ്പൽസറി അല്ല. അതുകൊണ്ട് തന്നെ അതൊരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രിൻറ്റ് ചെയ്ത് ഓഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. Then last difference is it depicts the true value of assets and liabilities as on a particular date. ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ട്രൂ വാല്യൂ എന്താണ് അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുക, ബാലൻസ് ഷീറ്റ്. ബട്ട് in fund flow statement, the ultimate aim of preparing fund flow statement is to verify whether working capital ഈസ് എഫക്റ്റീവ്ലി മാനേജ്ഡ് ഓർ നോട്ട്. അപ്പോൾ എഫക്റ്റീവായിട്ട് വർക്കിംഗ് ക്യാപിറ്റലിനെ മാനേജ് ചെയ്തോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡിയർ സ്റ്റുഡൻസ്, വാച്ച് ആൻഡ് ലിസൺ ദ ലെക്ചർ കെയർഫുള്ളി ആൻഡ് ട്രൈ ടു റൈറ്റ് ദ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ differences between fund flow statement and balance sheet? What are the differences between fund flow statement and balance sheet?